കാഴ്ചപ്പാട് എന്നതിൽ അധിഷ്ഠിതമായിട്ടായിരിക്കും ആ വ്യക്തിയുടെ സ്ഥിതിതെറ്റുകളുടെ അളവുകൾ. ഈ കഥ നമ്മുടെ കുടുംബാംഗങ്ങളായ സിക്സിയുടെയും ടോക്സിയുടെയും മമ്മി മോളി ആൻറ്റിയുടെ മനസ്സിലുദിച്ച ഒരു ആശയമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് എൽദോസ്. എന്താ ഭംഗി! സ്വതന്ത്രമായി അതിരുകളില്ലാത്ത മാർഗത്തിലൂടെ ആ കാണുന്ന പക്ഷികളെ പോലെ നമുക്കും ഇങ്ങനെ പറന്ന് നടക്കണം. അങ്ങനെ പറന്ന് പറന്ന് നമുക്ക് ഈ ലോകം മുഴുവൻ കാണണം. ദേവി, നമ്മുടെ ഇടയിൽ വേറെ ആരും വേണ്ട കേട്ടോ. എനിക്ക് എബിയും എബിക്ക് ഞാനും, അത് മതി. ഈ കുട്ടികൾ എന്നൊക്കെ പറയുന്നത് ഒരു ഭാരമാണ്. അതൊന്നും എന്നെ കൊണ്ടിടാൻ കഴിയും. വേണമെങ്കിൽ നമുക്കൊരു പെറ്റിനെ വളർത്താം. പിന്നെ അല്ല, അതുകൊണ്ടല്ലേ നമ്മൾ ലഭിക്കുന്നത്. ആരെയും ഒന്നും ബോധിപ്പിക്കണ്ടേ? അതെ അതെ. നീ ഒറ്റ ഒരാളുടെ തെറ്റാണ് ഇതെല്ലാം. എബി, അതെങ്ങനെ എന്റെ മാത്രം തെറ്റാവും? ഇത് മിസ്റ്റേക്ക് നിന്റേതാണ്. എന്നെ കൊണ്ട് ഭാരം ചുമക്കാനാവില്ല. ലിറ്ററലി ഐ ഹേറ്റ് ചിൽഡ്രൻ. ശരി ശരി, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കാനൊരു കാര്യമില്ല. ബി പ്രാക്ടിക്കൽ. ഇത് എങ്ങനെ ഒഴിവാക്കി കളയാമെന്നുള്ള വഴി നമുക്ക് നോക്കാം. അതെ, എത്ര വേഗം എനിക്കിത് ടെർമിനേറ്റ് ചെയ്യണം. അതെ, എൻ്റെ ആൻറ്റി ഒരറിയപ്പെടുന്ന ഗൈനക്കോളജിസ്റ്റാണ്. നാളെ തന്നെ നമുക്ക് അവരെ ഒന്ന് പോയി കാണാം. അവരെന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞു തരാതിരിക്കില്ല. നീ സമാധാനപ്പെടും. വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ടീന, നീ എന്തെടുക്കുക? വേഗം റെഡിയാകും. ഡോക്ടറായിട്ട് നമുക്ക് ഫസ്റ്റ് ടോക്കൺ തന്നിരിക്കുന്നത്. എന്നിട്ട് ലേറ്റ് ആകുന്നത് ശരിയല്ല. നല്ല തിരക്കുള്ള ആളാണ്. വന്നു. കയറി വരൂ. ബാ, രണ്ടുപേരും ഇരിക്കൂ. എബി, സ്കാൻ റിപ്പോർട്ടും മെഡിക്കൽ ഫയലും ഒക്കെ ഇന്നലെ അയച്ചു തന്നായിരുന്നല്ലോ. അത് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ടെർമിനേഷൻ. അത് നിങ്ങളുടെ ഈ കണ്ടീഷനിൽ ഭയങ്കര റിസ്ക്കാണ്. ഇറ്റ്സ് ടു ലേറ്റ് നൗ. ഞങ്ങളിപ്പോൾ ഒരു കുഞ്ഞിന് വേണ്ടി ഒട്ടും റെഡിയല്ല ഡോക്ടർ. എത്ര ക്യാഷ് വേണമെങ്കിൽ ഞങ്ങൾ തരാം. ഇതൊന്ന് ഒഴിവാക്കി തരണം. പ്ലീസ് ഹെൽപ്പ് us. നിങ്ങൾ എന്താണ്, ആരോടാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. സി, നിങ്ങൾ എന്ത് തരാമെന്ന് പറഞ്ഞാലും എനിക്ക് മെഡിക്കൽ എത്തിക്സിന് വിരുദ്ധമായി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. ബട്ട് ഐ ബെറ്റ് ദി ആൻസർ വോണ്ട് ചേഞ്ച്. ഓക്കെ? ഇനി എന്ത് ചെയ്യും? വാ, നമുക്ക് പോകാം എബി. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഇതിനുള്ള പോംവഴി ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. എബി, ടീന, നിങ്ങൾ രണ്ടുപേരും ഒന്ന് നിന്നേ. ഞാനൊന്ന് പറയട്ടെ. ഇപ്പൊ ഇവിടെ നിന്ന് പോയ കപ്പിൾസിനെ ഒന്ന് തിരികെ വിളിക്കാമോ? ഒരു വശത്ത് ഒരു കുഞ്ഞിനെ കിട്ടാത്തവരുടെ മുറവിളി, മറുവശത്ത് അതിനെ അപായപ്പെടുത്താനുള്ളവരുടെ തത്രപ്പാട്. രണ്ടിനും കൂട്ടു നിൽക്കാനാണല്ലോ എൻ്റെ ദൈവമേ എൻ്റെ വിധി. വന്നോ? നിങ്ങൾ അകത്തേക്ക് കടന്നു വരൂ. സി, നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് ഈ സാഹചര്യത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരുപാട് പേരെ എന്നും കാണുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പക്ഷേ അതിനൊരു നിബന്ധനയുണ്ട്. എന്ത് നിബന്ധനയാണ് ഡോക്ടർ ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു തെറ്റും ചെയ്യാത്ത ഈ കുഞ്ഞിനെ അപായപ്പെടുത്താതിരുന്നാൽ മാത്രം ഞാൻ നിങ്ങളെ സഹായിക്കാം. അപ്പോൾ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ ഒഴിവാക്കി തരാമെന്നാണോ ഡോക്ടർ പറഞ്ഞു വരുന്നത്? അതെ, നിങ്ങൾക്ക് കുഞ്ഞിനെയല്ലേ വേണ്ടാത്തത്. അത് നിങ്ങൾ എനിക്ക് വിട്ടേക്കൂ. ഈ ഇടവകയിലുള്ള ഫാദർ പീറ്ററും സിസ്റ്റർ ലിസിയും ചേർന്ന് ഒരു ഓർഫനേജ് നടത്തുന്നുണ്ട്. നിങ്ങളെപ്പോലെ കുട്ടികളെ എന്ത് വില കൊടുത്ത് ഉപേക്ഷിക്കാൻ നടക്കുന്നവർക്ക് ഞാൻ അവിടുത്തെ അഡ്രസ്സാണ് കൊടുക്കാറ്. ഇതിപ്പോ നിങ്ങളായതുകൊണ്ട് കുട്ടിയെ അവിടെ ഏൽപ്പിക്കുന്നതിനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തോളാം.
ആ കുഞ്ഞ് അവിടെ വളരട്ടെ. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ ഡോക്ടർ. ഡോക്ടർ, കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ ഞങ്ങളാണ് പേരൻസ് എന്ന് കുട്ടി ഒരു കാരണവശാലും അറിയുന്നത്. അത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. അതിന് ഡോക്ടർ ഞങ്ങൾക്ക് ഒരു ഉറപ്പ് തരണം. അക്കാര്യം ഞാൻ ഉറപ്പ് തരുന്നു. നിങ്ങളിപ്പോൾ പോയിക്കോളൂ. ആ പിന്നെ ചെക്കപ്പിനുള്ള തീയതി ഞാൻ അറിയിക്കാം. നിങ്ങളപ്പോൾ എത്തിയാൽ മതി. ഓ ശരി ഡോക്ടർ, എങ്കിൽ ഞങ്ങൾ വരട്ടെ? ശരി, എന്നാൽ പോയി വരൂ. കുറച്ച് മാസങ്ങൾ കടന്നുപോയി. മനസ്സില്ലാ മനസ്സോടുകൂടി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു ചുമട് ചുമക്കും പോലെ അവൾ ആ ഗർഭപാത്രത്തെ ചുമന്നു. അങ്ങനെ ആ ദിവസവും വന്നെത്തി. ആ, അങ്ങനെ ഓടിപ്പോയാലോ? അവനൊരു പേരൊക്കെ ഇട്ട് വിളിച്ചിട്ട് പോവാം. ഞാൻ അവനൊരു പേര് വിളിച്ചിട്ടുണ്ട്. പൊന്നോമന, അല്ലെങ്കിൽ ഏവർക്കും പ്രിയപ്പെട്ടവൻ എന്നർത്ഥം വരുന്ന ഒരു പേരാണ് ഞാൻ കണ്ടുവച്ചിരിക്കുന്നത്. എൽദോസ്. എൽദോസേ. എൽദോസ് പേര് കൊള്ളാച്ചോ. എന്നാൽ ഞങ്ങൾ അങ്ങോട്ട്. വളരെ ഉപകാരം ഡോക്ടർ, ഇതൊന്ന് ഒഴിവാക്കി തന്നു. കാലങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. എൽദോസ് വളർന്നു വലുത് 20 വയസ്സ് തികഞ്ഞു. ഫാദർ പീറ്ററിന്റെയും സിസ്റ്റർ ലിസിയുടെയും സ്നേഹപരിചരണത്തിൽ, പഠിത്തത്തിലും കലയിലും നൈപുണ്യം തെളിയിച്ചുകൊണ്ട് അവൻ നല്ലൊരു മനുഷ്യനായി വളർന്നു. എന്നാൽ മറുവശത്ത് ലോകം മുഴുവൻ കണ്ടാസ്വദിച്ച ആ നിറവിലും എബിയും ടീനയും സംതൃപ്തരായിരുന്നില്ല. കാരണം അവർ പല ചികിത്സകൾക്ക് വിധേയമായിട്ടും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ അവർക്കായില്ല. ജരാനരകൾ ബാധിക്കുവാൻ തുടങ്ങിയ അവർ കുറ്റബോധത്താൽ ആത്മവിശ്വാസം തന്നെ നഷ്ടപ്പെട്ടിരുന്നു. ആ അവസ്ഥയിൽ അവർ ഒരിക്കൽ ഉപേക്ഷിച്ച ആ മകനെക്കുറിച്ച് ഓർത്ത് അവർ വിലപിച്ചു. ആ കുഞ്ഞിന്റെ ശാപമായിരിക്കും അല്ലേ? ആ അതെ, ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ആരുടെയെങ്കിലും പൊന്നോമനയായി അവൻ ഇപ്പോൾ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നുണ്ടാവും. ഒരൊറ്റ പ്രാവശ്യം ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. വേണ്ടാന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോകുന്നതല്ലേ അന്ന് നമ്മൾ. നമുക്ക് ഫാദർ പീറ്ററിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? ആ, വിളിക്കാം. പക്ഷെ അച്ഛൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് അറിയില്ല ലീന. ഇന്ന് അച്ഛന് പള്ളിയിൽ തിരക്കുള്ള ദിവസമല്ലേ. നാളെ രാവിലെ വിളിക്കാം. നീ വാ, ഇപ്പൊ വന്ന് കഴിച്ചിട്ട് കിടന്നോർന്ന്. അച്ചോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ചോ, ഞാൻ എബിയാണ്. എന്നെ ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. എബി? എനിക്ക് ആളെ അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. ഒരു 10-20 വർഷം മുൻപ് ഒരു ചോരക്കുഞ്ഞിനെ അച്ഛനെയും സിസ്റ്റർ ലിസിയെയും ഏൽപ്പിച്ച് ഓടി മറിഞ്ഞ് ഒരു എബിയെയും ടീനെയും ഫാദറിന് ഓർമ്മയുണ്ടോ? അന്നാണ് അച്ഛനെ ആദ്യമായും അവസാനമായും ഞങ്ങൾ കാണുന്നത്. കൊള്ളാം, നിങ്ങളെങ്ങനെ മറക്കാൻ പറ്റുമോ? നിങ്ങൾ മാസം തോറും ഇവിടുത്തെ കുട്ടികൾക്കായി അയച്ചിരുന്ന സംഭാവന തന്നെ പോരെ നിങ്ങളെ എന്നും ഓർമ്മിക്കാൻ. എന്താ വിശേഷിച്ച് ലോകപര്യടനമൊക്കെ കഴിഞ്ഞു? ലോകമൊക്കെ ചുറ്റി കണ്ടു, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു. പക്ഷെ വല്ലാത്തൊരു കുറ്റബോധം ഞങ്ങൾ വേട്ടയാടുന്നുണ്ട് അച്ചു. ഞങ്ങൾ ഒട്ടും സന്തുഷ്ടരായില്ല. ഒരു തെറ്റും ചെയ്യാത്ത പിഞ്ചു കുഞ്ഞിനെ അനാഥനാക്കിയതിലുള്ള കുറ്റബോധം. പിന്നെ ആര് പറഞ്ഞു അവൻ അനാഥനാണെന്ന്? അവൻ അങ്ങനെയല്ല ഇവിടെ വളരുന്നത്. അവന്റെ അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും എല്ലാം ഇവിടുത്തെ അന്തേവാസികളും ഞങ്ങളും ഒക്കെ തന്നെയാണ്. ഞങ്ങളുടെ എന്തോ അച്ഛൻ്റെ അടുത്ത് തന്നെയുണ്ടോ?
ഞങ്ങൾ ഓർത്തു അവൻ വേറെ എവിടെയെങ്കിലും ആയിരിക്കുമെന്ന്. അതിരിക്കട്ടെ, എബിയുടെ കുടുംബം, കുട്ടികൾ? ഞങ്ങൾക്ക് കുട്ടികൾ പിന്നീട് ഉണ്ടായില്ല ഫാദർ. ഒരുപാട് ട്രീറ്റ്മെന്റ് എടുത്തു, ഒരു ഫലവും ഉണ്ടായില്ല. ടീന ഡിപ്രഷനിലായിട്ട് കുറേ വർഷങ്ങളായി. ഓ, അത് ശരി. ഞങ്ങൾക്ക് ഞങ്ങളുടെ മോനെ കാണാൻ ഒരവസരം തരുമോ ഫാദർ? ദൂരെ നിന്നെങ്കിലും പിന്നീട് ഒരിക്കലും ചോദിക്കില്ല. അതിനെന്താ, നിങ്ങൾക്ക് വരാനും അവരെ കാണാനും ഒരു അവസരം തരാം. ഞങ്ങളുടെ ഓർഫനേജിന്റെ ക്രിസ്മസ് പരിപാടി അടുത്ത ആഴ്ച നടക്കുകയാണ്. നിങ്ങൾ ആ സമയത്ത് വന്നാൽ മതി. ഉറപ്പായി ഞങ്ങൾ വരാച്ചു. വളരെ സന്തോഷം. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. അപ്പോൾ ഡേറ്റ് മറക്കണ്ട, ജനുവരി 10. അങ്ങനെ ഓർഫനേജിന്റെ ക്രിസ്മസ് പുതുവത്സര ആഘോഷ ദിവസം സമാഗതമായി. അന്തേവാസികളെല്ലാം തന്നെ പരിപാടിയുടെ അന്തിമ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്ന തിരക്കിലാണ്. വിശിഷ്ട അതിഥികൾക്കുള്ള ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ എബിയും ടീനും അന്തേവാസികളോടൊപ്പം ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുവാനായി അവിടെ എത്തിച്ചേർന്നു. അതെ അച്ഛോ, എല്ലാം റെഡിയാണ്. ടീന, ദാ നോക്ക്, നമ്മുടെ എൽദോ. ഇതാണോ നമ്മുടെ പൊന്നുമോൻ? എടാ, നമ്മുടെ ഗസ്റ്റുകൾക്ക് ആ പ്രൊഫസർ എടുത്ത് കൊടുത്തൊന്ന് സ്വീകരിച്ചേ. ആയിക്കോട്ടെ അച്ഛോ. ദേ നമ്മുടെ എൽദോ. മോനെ, അപ്പോ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് നമുക്ക് ആഘോഷ പരിപാടിയിലേക്ക് കടന്നാലോ? പിന്നെ ഇതെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ എൽദോയാണ്. നമുക്ക് എന്തായാലും എൽദോയെ ആദ്യം ഇങ്ങോട്ട് വിളിക്കാം, അല്ലേ? എൽദോ മോനെ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ എൻ്റെ പേരിലും സെയിന്റ് ജോർജ് ഓർഫനേജിന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി നമ്മുടെ കുറവുകൾ നമ്മെ അറിയിക്കാതെ ശ്രദ്ധയോടും സ്നേഹത്തോടും കൂടി പരിപാലിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഫാദറെയും ഒരു അമ്മയുടെ സ്നേഹം നമുക്ക് തരുന്ന സിസ്റ്റർ ലിസിയെയും കൂടാതെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഈ ഓർഫനേജിന്റെ ഒരു സ്പോൺസറായ ശ്രീ എബി സാറിനെയും ടീന മാഡത്തെയും ഹൃദയത്തിന്റെ ഭാഷയെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട ഫാദറിന് ക്രിസ്മസ് സന്ദേശം നൽകുന്നതിനായി ക്ഷണിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത് സ്നേഹവും ത്യാഗവുമാണ് ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കുന്നതെന്നാണ്. ഇത് തമ്മിലും ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. ത്യാഗം സ്നേഹത്തിന്റെ മൂലബിന്ദുവാണല്ലോ. ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചതുകൊണ്ടാണല്ലോ ഏകജാതനായ പുത്രനെ നമുക്കായി നൽകിയത്. പിന്നീട് മനുഷ്യകുലത്തിന്റെ പാപങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ക്രൂശിതനായത് അത്യുന്നതമായ ത്യാഗത്തിനെ സൂചിപ്പിക്കുന്നു. അതിനാൽ പരസ്പരം സ്നേഹിച്ചും അന്യോന്യം ബഹുമാനിച്ചും ത്യാഗങ്ങൾ സഹിച്ചും ജീവിക്കുവാൻ ഈ ക്രിസ്മസ് ദിനത്തിൽ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. എന്തായാലും എൻ്റെ വാക്കുകൾ അധിക നേരം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് നമുക്ക് ആഘോഷ പരിപാടിയിലേക്ക് കടന്നാലോ? എൽദോ മോനെ. ആദ്യമായി ഓർഫനേജിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഒരു നൃത്തം ആസ്വദിക്കാം.
അടുത്തതായി ക്രിസ്മസിനെ വരവേൽക്കാൻ നമ്മുടെ സെയിന്റ് ജോർജ് ഓർഫനേജിലെ അംഗങ്ങൾ നമുക്കായി ഒരു കരോൾ ഗാനം അവതരിപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് പരിപാടികൾ ഇവിടെ പര്യവസാനിക്കുകയാണ്. കുട്ടികളെല്ലാവരും അവരവരുടെ റൂമിലേക്ക് മടങ്ങി പോവാം. നിങ്ങൾക്കുള്ള ക്രിസ്മസ് സമ്മാനങ്ങളെല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. എൽദോ മോനെ പോകാൻ പറ്റേ, നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. എന്താ അച്ഛൻ? നിനക്കുള്ള ക്രിസ്മസ് സമ്മാനം എനിക്ക് എന്റെ കയ്യിൽ കൊണ്ട് തന്നെ തരണമെന്ന് ആഗ്രഹം. നിനക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ നീ എന്നോട് നിന്റെ അച്ഛനും അമ്മയെ കുറിച്ച് ചോദിക്കാറുണ്ടല്ലോ. പ്രത്യേകിച്ച് നിന്റെ ഓരോ പിറന്നാളിനും നിന്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്ത വാക്ക് പാലിക്കുവാൻ വേണ്ടിയാണ് മോനെ ഇതുവരെ ഒന്നും ഇണ്ടാതിരുന്നത്. അവരെ ഈ ഭൂമിയിൽ കാണില്ല, അതുകൊണ്ടല്ലേ. സാരമില്ല അച്ഛോ, അവരിപ്പോ ഇവിടെ തന്നെ ഉണ്ട്, നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അവരെവിടെയാണ് അച്ഛൻ? മോനെ എന്തോ മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ച് എനിക്ക് നിന്റെ മാതാപിതാക്കളെ ചൂണ്ടിക്കാണിക്കാനാവില്ല. നിന്റെ സന്തോഷം അവർക്കൊരു ദുഃഖമാവരുതല്ല, എനിക്കത് നിർബന്ധമാണ്. അതുകൊണ്ടാണ്
അവരെ മാറ്റി നിർത്തി നിന്നോട് ഞാൻ ഇക്കാര്യം പറയുന്നത്. എബി, ടീന, ഇങ്ങടുത്ത് വരൂ. ഇവൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എൽദോസ്. ഇവനാണ് നിങ്ങളുടെ മകൻ. മോനെ, ഇവനാണ് നിനക്ക് ജന്മം നൽകിയ നിന്റെ മാതാപിതാക്കൾ. ഇതാണ് ഞാൻ നിനക്ക് നൽകുന്ന എന്റെ ക്രിസ്മസ് സമ്മാനം. എന്താ, സന്തോഷമാണോ? എന്റെ പൊന്നു മോനെ. ഞാൻ വീണ്ടും ഉറപ്പിക്കുകയാണ്, നീർക്കുമിള പോലെ ക്ഷണികമായ നമ്മുടെ ജീവിതത്തിൽ ശരിതെറ്റുകൾ ത്രാസിൽ തൂക്കി അളക്കാൻ സമയം വളരെ കുറവാണ്. ക്രിസ്തുവിന്റെ ജീവിതം വരുന്ന പാഠം ത്യാഗം സ്നേഹത്തിന്റെ മൂലബിന്ദുവാണ്. അപ്പോ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ.